ബാറിക്മോർ. ത്രിയേക ദൈവത്തിന്റെ അതിധന്യനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സൗത്ത് വെസ്റ്റ് ഡയോസിസ് മർത്തുമറിയം വനിതാ സമാജത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മ പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക, പ്രകാശിക്കുക എന്ന ലക്ഷ്യവുമായി നീങ്ങുന്ന മർത്തുമറിയം വനിതാ സമാജം കാത്തിരിപ്പിന്റെ ഈ നാളുകളിൽ തല ഉയർത്തി നോക്കേണ്ട കാര്യം പലതവണ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നാം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിച്ചു കേട്ടു. യഹോവേ, എന്നെ സൗഖ്യമാക്കണമേ, എന്നാൽ എനിക്ക് സൗഖ്യം വരും. എന്നെ രക്ഷിക്കണമേ, എന്നാൽ ഞാൻ രക്ഷപ്പെടും. നീ എൻ്റെ പുകഴ്ചയല്ലോ. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാനും നന്ദി പറയുവാനും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാനുമായി ഒന്നിച്ച് അപേക്ഷിക്കുവാൻ വേണ്ടി ഏറ്റവും ബഹുമാനപ്പെട്ട എബി എബ്രഹാം അച്ഛൻ ഓപ്പണിംഗ് പ്രയർ നടത്തണമേ എന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥിക്കാം. ബാറക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ഈ കൂടിവരവിനെ അനുഗ്രഹിക്കണമേ. നിന്റെ കൃപയിൽ, നിന്റെ സമാധാനത്തിൽ ജീവിപ്പാൻ ഞങ്ങൾക്കിടയാക്കണമേ. സകല നന്മയിലും അനുഗ്രഹത്തിലും ഞങ്ങളെ വഴി നടത്തണമേ. ഈ കൂടിവരവ് പരസ്പരമുള്ള സ്നേഹത്തിനും ബന്ധത്തിനും അനുഗ്രഹത്തിനും കാരണമായി തീരണമേ. ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ 30, 60, 100 മേനിയായി ഫലം നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങളെയും അപകടങ്ങളെയും ബുദ്ധിമുട്ടുകളെയും എല്ലാം അവിടുന്ന് തൃക്കൺ പാർക്കുന്നു നിങ്ങൾ അറിയുന്നു. നിന്റെ കൃപയിലും നിന്റെ ബലത്തിലുമാകുന്നുവല്ലോ ഞങ്ങൾ ജീവിക്കുന്നത്. ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഭയിലെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിലും വ്യക്തി ജീവിതങ്ങളിലും സമാധാനം ഉണ്ടാകുവാൻ തക്കവണ്ണം ഞങ്ങളുടെ പ്രാർത്ഥനകളെ അവിടുന്ന് കേൾക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും അവിടുത്തെ തിരുസന്നിധിയിൽ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തിലും ദുഃഖത്തിലും കഴിയുന്ന എല്ലാവരെയും തിരുസന്നിധിയിൽ തരുന്നു. സകലർക്കും ആശ്വാസമാകണമേ. സകലർക്കും കൃപയാൽ അവിടുന്ന് നന്മകൾ നൽകണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോരെ അബ്രഹാമെ ഫലവസിപ്പിക്കണമേ. രണ്ടാമത്തെ വരവെങ്കിൽ ഒരുമിച്ച് കാണുവാൻ ഇടയാകണമേ. സഭയെ അനുഗ്രഹിക്കണമേ. മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും ദൈവിക ശുശ്രൂഷകരെ അനുഗ്രഹിക്കണമേ. ഭദ്രാസനത്തെയും ഭദ്രാസനത്തിന് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ അഭിവന്യ തിരുമേനിയും തിരുസന്നിധിയിൽ തരുന്നു. കൃപയിൽ അവിടുന്ന് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എന്നാളും കരയിട്ടുവാനായിട്ട് തന്നെ. ആമേൻ. ആമേൻ. ത്രിയേക ദൈവത്തിന്റെ അതിധന്യനാമത്തിന് വീണ്ടും വീണ്ടും മഹത്വം കരയറ്റുന്നു. അഭിവന്യ തോമസ് മാർ ഇവാനിയോസ് തിരുമേനിക്കും ആദരണീയരായ വൈദിക ശ്രേഷ്ഠർക്കും കൊച്ചമ്മമാർക്കും മർത്തുമറിയം സമാജം ഭാരവാഹികൾക്കും കൂടി വന്ന എല്ലാ സഹോദരങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും ലോകമെമ്പാടുമുള്ള മക്കൾക്കും കർത്താവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം അർപ്പിക്കുന്നു. ഒപ്പം എല്ലാവരെയും പ്രാർത്ഥനയിൽ സമർപ്പിക്കുന്നു. നാം ഒന്നിച്ച് ശുദ്ധീകരിക്കപ്പെടുവാനും നാം സൗഖ്യപ്പെടുവാനും ഒന്നിച്ച് ദൈവത്തെ സ്തുതിക്കുവാനും ദൈവേഷ്ടമനുസരിച്ച് ജീവിക്കാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുവാനും നാം കൂടി വന്നിരിക്കുന്നുവല്ലോ. കാത്തിരിപ്പിന്റെ ഈ നാളുകളിൽ പരിശുദ്ധാത്മാവെ വന്ന് ഞങ്ങളിൽ നിറയണമേ എന്ന് അപേക്ഷിക്കുന്നു. ഇന്ന് അറ്റ്ലാന്റ റീജിയനാകുന്നു ഈ പ്രാർത്ഥന നയിക്കുന്നത്. അവിടെയുള്ള എല്ലാ ദൈവാലയങ്ങളെയും വൈദിക ശ്രേഷ്ഠരെയും കൊച്ചമ്മമാരെ മർത്തുമറിയം സമാജം ഭാരവാഹികളെയും പ്രാർത്ഥനയെ സമർപ്പിക്കുന്നു. ഇന്ന് നമുക്ക് ധ്യാന പ്രസംഗം നടത്താനിരിക്കുന്ന പ്രിയപ്പെട്ട സുനു ജോയ്, നേരത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട സുനു ജോയിയെ സമർപ്പിക്കുന്നു. അതുപോലെ അറ്റ്ലാന്റ റീജിയനിൽ നിന്ന് നമ്മുടെ ഭാരവാഹികളും ഉണ്ടല്ലോ, എല്ലാവരെയും സമർപ്പിക്കുന്നു. ഇപ്പോൾ ഒരു പാട്ടോടുകൂടി നമ്മുടെ പ്രാർത്ഥന തുടരുന്നതായിരിക്കും. പ്രിയപ്പെട്ട മോളി കൊച്ചമ്മ പാട്ട് പാടുന്നതായിരിക്കും. കേൾക്കാമോ? കേൾക്കാം. എന്റെ നാഥൻ എന്റെ പ്രിയൻ എന്റെ കൂടെ വന്നിടും, എന്റെ ആത്മഭാരമെല്ലാം ഒന്നു മാഞ്ഞിടും. കർത്തനായി കാവലായി കരുണയായി കരമതായി എന്റെ നാഥൻ എന്റെ പ്രിയൻ എന്റെ കൂടെ വന്നിടും, എന്റെ ആത്മഭാരമെല്ലാം
അന്നു മാഞ്ഞിടും. ലോകസ്നേഹിത മാറിപ്പോയിടും, വൻനിരാശകൾ വന്നിടും. സ്നേഹനാഥനേകനായി കൈവിടുകില്ല, വൻകരങ്ങൾ താങ്ങി നമ്മെ വീണ്ടെടുത്തിടും. സ്നേഹനാഥനേകനായി കൈവിടുകില്ല, വൻകരങ്ങൾ താങ്ങി നമ്മെ വീണ്ടെടുത്തിടും. കർത്തനായി കാവലായി കരുണയായി കരമതായി എന്റെ നാഥൻ എന്റെ പ്രിയൻ എന്റെ കൂടെ വന്നിടും. എന്റെ ആത്മഭാരമെല്ലാം അന്നു മാഞ്ഞിടും. കണ്ണുനീരിനാൽ കാലം പോയിടും, കാത്തുവെച്ചതെല്ലാം നീങ്ങിടും. കരുണയുള്ള നാഥനെന്ന ചാരെ വന്നിടും, ചേർത്തു നിർത്തി സ്നേഹമോടെ ഓമനിച്ചിടും. കരുണയുള്ള നാഥനെന്ന ചാരെ വന്നിടും, ചേർത്തു നിർത്തി സ്നേഹമോടെ ഓമനിച്ചിടും. കർത്തനായി കാവലായി കരുണയായി കരമതായി എന്റെ നാഥൻ എന്റെ പ്രിയൻ എന്റെ കൂടെ വന്നിടും. എന്റെ ആത്മഭാരമെല്ലാം അന്നു മാഞ്ഞിടും. പാപഭാരങ്ങൾ തോളിലേറിടും, വൻ പരീക്ഷകൾ നേരിടും. പാപത്തെ വെറുത്ത നാഥൻ കൂടെ നിന്നിടും, പാപിയാകും നമ്മെ അവൻ ചേർത്തണച്ചിടും. പാപത്തെ വെറുത്ത നാഥൻ കൂടെ നിന്നിടും, പാപിയാകും നമ്മെ അവൻ ചേർത്തണച്ചിടും. കർത്തനായി കാവലായി കരുണയായി കരമതായി എന്റെ നാഥൻ എന്റെ പ്രിയൻ എന്റെ കൂടെ വന്നിടും. എന്റെ ആത്മഭാരമെല്ലാം അന്നു മാഞ്ഞിടും. ബഹുമാനപ്പെട്ട മോളി കൊച്ചമ്മേ, കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളെ തുടക്കത്തിൽ മുതൽ ബൈബിൾ വായിച്ച് ഭക്തിപൂർവ്വം ബൈബിൾ വായിച്ച് സഹായിച്ച ആനി മുകേഷ് കുടുംബം, എലിസബത്ത് മിത്രൻ കുടുംബം അനുഗ്രഹിക്കണേ പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴ് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് വായിക്കുന്ന സമയമാകുന്നു. യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. എല്ലാവരും വേദപുസ്തകം തുറന്നു വെച്ച് പ്രാർത്ഥനയോടെ ഇരിക്കണമേ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ പ്രിയപ്പെട്ട ആനി മുകേഷ് വായിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ബാറയ്ക്കുമോർ. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിൽ വാതിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. വാതിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയനാകുന്നു. അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞവനെ അനുഗമിക്കുന്നു. അന്യന്മാരുടെ ശബ്ദം അറിയായകൊണ്ട് അവ അന്യനെ അനുഗമിക്കാതെ വിട്ടോടിപ്പോകും. ഈ സാദൃശ്യം യേശു അവരോട് പറഞ്ഞു. എന്നാൽ തങ്ങളോട് പറഞ്ഞത് ഇന്നത് എന്നവർ ഗ്രഹിച്ചില്ല. യേശു പിന്നെയും അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. എനിക്ക് മുമ്പേ വന്നവരൊക്കെയും കള്ളന്മാരും കവർച്ചക്കാരും അത്രേ. ആടുകളോ അവരുടെ വാക്ക് കേട്ടില്ല. ഞാൻ വാതിലാകുന്നു. എന്നോട് കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ഇടയനും ആടുകളുടെ ഉടമസ്ഥനുമല്ലാത്ത കൂലിക്കാരൻ
ചെന്നായ വരുന്നത് കണ്ട് ആടുകളെ വിട്ട് ഓടിക്കളയുന്നു. ചെന്നായ അവയെ പിടിക്കുകയും ചിഹ്നിച്ചു കളയുകയും ചെയ്യുന്നു. അവൻ കൂലിക്കാരനും ആടുകളെ കുറിച്ച് വിചാരമില്ലാത്തവനുമല്ലോ. ഞാൻ നല്ല ഇടയൻ, പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. ബാരക്കുമോ. പ്രിയപ്പെട്ട അനിമകേഷനെ കുടുംബത്തിനെ അനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ധ്യാന പ്രസംഗത്തിന്റെ പ്രിയപ്പെട്ട സുനുജോയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ഭാഗം വായിക്കുന്നത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ കൗമയും അനുതാപ പ്രാർത്ഥനയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദിമുതൽ എന്നുവന്നേക്കും തന്നെ. ആമേൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു വിവരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സ്രഷ്ടാവേ, നിനക്ക് സ്തുതി. പാവികളായ ഞങ്ങളുടെ ആരോട് കരുണ ചെയ്യുന്ന മിശിഹ രാജാവേ, നിനക്ക് സ്തുതി. ബാർക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞു മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ. സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. നിന്റെ ഗർഭഫലമായി നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യമർത്ത മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. എന്റെ സർവത്തിന്റെ ഉടയവനെ, നിന്നെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സർവശക്തനെ, നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു. എന്തെന്നാൽ നിന്റെ ഏകപുത്രന്റെ കഷ്ടാനുഭവ സമയങ്ങളെ നീ പ്രാർത്ഥനയുടെയും ആശ്വാസത്തിന്റെയും സമയങ്ങളാക്കി തീർത്തിരിക്കുന്നുവല്ലോ. കർത്താവ്, ഈ സമയത്ത് ഞങ്ങളുടെ നമസ്കാരങ്ങളും അപേക്ഷകളും ഞങ്ങളിൽ നിന്ന് കൈക്കൊള്ളണമേ. പാപനിമിത്തം ഞങ്ങളുടെ മേൽ എഴുതപ്പെട്ടിരിക്കുന്ന കടച്ചീട്ടിനെ നിന്റെ ഏകപുത്രൻ ദുഷ്ടന്റെ സകല സൈന്യത്തെയും അതിനാൽ മറിച്ചിട്ടതായ സ്ലീബായിന്മേൽ തൂങ്ങിയ നാഴികയിൽ കീറിക്കളഞ്ഞതുപോലെ നീ കീറിക്കളയണമേ. നിന്റെ വന്യ തിരുനാമത്തെ പ്രീതിപ്പെടുത്തുന്നതായ വിശുദ്ധ ജീവിതവും സുഹൃത നടപടികളും ഞങ്ങൾക്ക് നൽകണമേ. ആദ്യന്തമില്ലാത്ത പിതാവേ, നിന്നെയും നിന്റെ പുത്രനെയും നിന്റെ വിശുദ്ധ റൂഹായെയും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിച്ചുകൊണ്ട് നിന്റെ ഭയങ്കര സിംഹാസനത്തിന് മുമ്പാകെ കുറ്റം കൂടാതെ നിൽപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. ബഹുമാനപ്പെട്ട അച്ഛനെയും കുടുംബത്തെ അച്ഛന്റെ പ്രാർത്ഥനകളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ അവസരം ഒന്നിച്ച് ദൈവത്തെ സ്തുതിക്കുവാനും ഈവൻ നമ്മുടെ ഈ പ്രാർത്ഥനകളൊക്കെയും മനുഷ്യരെ ആത്മഹത്യയിൽ നിന്ന് പോലും വെടിവെച്ചിട്ടുള്ളതായിട്ടുള്ളതും മലാഹമാരോടും ദൂതന്മാരോടും ഒപ്പം നമുക്ക് സ്തുതിക്കാൻ കിട്ടിയ അവസരം വേറെ 1000 ദിവസങ്ങളെക്കാൾ ഉത്തമമെന്ന് കരുതി നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഒരു പാട്ടോടുകൂടി പ്രാർത്ഥന തുടരും. പ്രിയപ്പെട്ട ജോസ്നാസ് കറിയാണ് പാടുന്നത്. ജോസ്നാസ് കറിയ പാട്ട് കേൾക്കാവോ? കേൾക്കാം. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം, ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം. ആ പൂജിതമാം രക്ഷാനാമം വാഴ്ത്തിപ്പാട, ആ പദമലരിൽ താണു വീണു വന്നിച്ചിട. ആത്മനാഥാ, ഞാൻ നിന്നിൽ ചേരണം,
എൻ മനസ്സിൽ നീണാൽ വാഴണം. യേശുനാഥ ഒരു ശിശുവായി ഇനി നിന്റെ മുൻപിൽ നൽകിയിടുമേ. എൻ പാപമേതും മായച്ചു നീ, ദുഃഖഭാരമെല്ലാം മോചിച്ചു നീ. ആത്മാവിൽ നീ വന്നേരമിൻ കണ്ണീരു വേഗം ആനന്ദമായി. ആത്മാവിൽ നീ വന്നേരമിൻ കണ്ണീരു വേഗം ആനന്ദമായി. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം. ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം. ആ പൂജിതമാം രക്ഷാനാമം വാഴ്ത്തിപ്പാട. ആ പദമലരിൽ താണു വീണു വന്നിച്ചിട. ആത്മനാഥാഞ്ഞ നിന്നിൽ ചേരണം. എൻ മനസ്സിൽ നീണാൽ വാഴണം. സ്നേഹനാഥ ഒരു ബലിയായി ഇനി നിന്നിൽ ഞാനും ജീവിക്കുന്നേ. എന്റേതായതെല്ലാം സമർപ്പിക്കുന്നു. പ്രിയയായി എന്നെ സ്വീകരിക്കൂ. അവകാശിയും അതിനാഥനും നീ മാത്രമീശോ മിശിഹായേ. അവകാശിയും അതിനാഥനും നീ മാത്രമീശോ മിശിഹായേ. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം. ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം. ആ പൂജിതമാം രക്ഷാനാമം വാഴ്ത്തിപ്പാട. ആ പദമലരിൽ താണു വീണു വന്നിച്ചിട. ആത്മനാഥാഞ്ഞ നിന്നിൽ ചേരണം. എൻ മനസ്സിൽ നീണാൽ വാഴണം. ആത്മനാഥാഞ്ഞ നിന്നിൽ ചേരണം. എൻ മനസ്സിൽ നീണാൽ വാഴണം. പ്രിയപ്പെട്ട ജോസ്നസ് കറിയായി കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മുടെ ഒന്നിച്ചുള്ള ആരാധന ദൈവനാമ മഹത്വത്തിനായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ധ്യാന പ്രസംഗത്തിന്റെ സമയമാകുന്നു. ബഹുമാനപ്പെട്ട സുനു ജോയാണ് ധ്യാന പ്രസംഗം നടത്തേണ്ടത്. നാം എല്ലാവരും ഇവിടെ നമുക്കിരിക്കുന്ന നമ്മൾ ഒന്നിച്ചു കൂടിയ പ്രിയപ്പെട്ടവർ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള മക്കളെ സമർപ്പിച്ചുകൊണ്ടാണ് നാം പ്രാർത്ഥിക്കുന്നത്. വചനം സൗഖ്യവും നമുക്ക് സംരക്ഷണവും ശുദ്ധീകരണവുമായി തീരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിരിക്കാം. ബഹുമാനപ്പെട്ട എബി എബ്രഹാം അച്ഛൻ പ്രിയപ്പെട്ട സുനു ജോയെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. നമ്മൾ കാത്തിരിപ്പിന്റെ കാലങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതൊരു വലിയ സമയമാണ്. ഈ കാത്തിരിപ്പ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. നമ്മൾ ഒരുപാട് കാത്തിരിക്കുന്നവരാണ്. നമ്മൾ ഒരുപാട് കാത്തിരിക്കുന്ന ആളുകൾ. നമ്മൾ എന്തിനെല്ലാം കാത്തിരിക്കും, ഓരോ സമയവും കാത്തിരിക്കും, ഒരുപാട് കാര്യങ്ങളെ കാത്തിരിക്കും. പ്രതീക്ഷയാണ് കാത്തിരിപ്പിന്റെ ഏറ്റവും വലിയ ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. പ്രതീക്ഷയില്ലാത്തവരാരും കാത്തിരിക്കത്തില്ല. നമുക്കൊരു പ്രതീക്ഷ നൽകുന്നതാണ് കാത്തിരിപ്പ്. നമ്മളൊരു ബസ് സ്റ്റേഷനിൽ കാത്തിരുന്നാൽ ബസ്സിന് വേണ്ടി കാത്തിരിക്കും. ഒരൊറ്റ അജണ്ട മാത്രമേ നമ്മുടെ മനസ്സിലുള്ളൂ. റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിന് വേണ്ടി കാത്തിരിക്കും, അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന ആളുകളെ ഉദ്ദേശിച്ച് നമ്മൾ അവിടെ ഇരിക്കും. അപ്പൊ നമ്മുടെ കാത്തിരിപ്പിന് ഒരു ഉദ്ദേശമുണ്ട്.
ആ ഉദ്ദേശം നമ്മളിപ്പോ കാത്തിരിക്കുന്നത്, ഈ ദിവസങ്ങളിൽ കാത്തിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ അനുഭവത്തിന് വേണ്ടിയിട്ട്. പരിശുദ്ധാത്മാവിന്റെ അനുഭവം പെന്തിക്കോസ്ത് ദിവസത്തിൽ ശിഷ്യന്മാർ സ്വീകരിച്ചതുപോലെ ഈ പരിശുദ്ധാത്മാവിന്റെ ഒരു ആവാസം നമ്മളിൽ ഉണ്ടാകുവാൻ. എന്താ പരിശുദ്ധാത്മാവ് എന്ന് ചോദിച്ചാൽ അത് വലിയ തർക്ക വിഷയമല്ല, പക്ഷെ പല തലങ്ങളിൽ തർക്കം ഉണ്ടാക്കിയിട്ടുള്ള ഒന്നാണ്. പക്ഷെ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് വ്യത്യസ്തമായ എന്തോ ഒന്നല്ല. നമ്മൾ പെന്തിക്കോസ്തിന്റെ ശുശ്രൂഷ നടത്തുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് 3 ഭാഗങ്ങളിലായി നടത്തും. ഒന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും 3 ഭാഗങ്ങളായി നടത്തുന്നെങ്കിലും എല്ലാ പ്രാർത്ഥനയിലും പറയുന്നത് ഇത് ഒന്നാണ്. പിതാവ് ഇല്ലാതെ പുത്രനില്ല, പുത്രനില്ലാതെ പരിശുദ്ധാത്മാവില്ല, 3 ക്രൂമാകളും ഒന്നാണ്, ഒന്നൊന്നിനേക്കാൾ വലുതോ ചെറുതോ അല്ല. നിങ്ങൾ പ്രാർത്ഥനകൾ ശ്രദ്ധിക്കുമ്പോൾ പെന്തിക്കോസ്ത് ദിവസം പട്ടക്കാരൻ വായിക്കുന്ന പ്രവിയോനുകൾ എല്ലാം ശ്രദ്ധിക്കണം. അതിന്റെ അകത്ത് വളരെ വ്യക്തമായി എന്താണെന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഓരോ ശുശ്രൂഷയും അതിനെ ഭംഗിയായി വിവരിച്ചുകൊണ്ടാണ് പ്രമിയോനുകളെല്ലാം അങ്ങനെയാണല്ലോ സാധാരണ. നമ്മൾ ഏത് അവസരത്തിലാണോ ആ അവസരത്തെ വിശദീകരിക്കുന്ന പ്രാർത്ഥനകളും ഒക്കെ കാര്യങ്ങളാണ് ഈ പ്രമിയോനുകളിൽ വരുന്നത്. അല്ലാതെ വെറുതെ വായിക്കുകയല്ല. ഏത് പ്രമിയോനുകളും എടുത്ത് നോക്കിക്കോ, അത് ആ ദിവസത്തിന്റെയോ ആ സമയത്തിന്റെയോ ഒക്കെ പ്രാധാന്യത്തെ കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നതാണ് പ്രമിയോൻ. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒന്നാണ് പ്രമിയോൻ. അത് വൈദികൻ വായിക്കാനുള്ള, പട്ടക്കാരൻ വായിച്ചിട്ട് അവസാനം നമ്മൾ ആമീൻ പറഞ്ഞാൽ മതി എന്നൊരു തോന്നലാ നമുക്ക്. അങ്ങനെയല്ല. ഓരോ പ്രമിയോനുകൾ വായിക്കുമ്പോഴും അത് വിശുദ്ധ കുർബാനയുടെ പ്രമിയോനായാലും ഏത് ശുശ്രൂഷയുടെ പ്രമിയോനായാലും ഏത് കൂദാശകളിൽ വരുന്ന പ്രമിയോനായാലും സന്ധ്യാപ്രാർത്ഥനയിലോ 7 യാമങ്ങളിലോ വരുന്ന പ്രമിയോനുകളായാലും അവയെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ആ ദിവസം ആ സമയം നമ്മൾ എന്തിനെക്കുറിച്ചാണ് ധ്യാനിക്കുന്നത് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്. അപ്പൊ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ലഭിക്കേണ്ടത് എന്താ? പരിശുദ്ധാത്മാവിന്റെ നൽവരങ്ങളാണ്, ഫലങ്ങളാണ്. അതിനെ പ്രദർശിപ്പിക്കുന്നവരാണ്, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവരാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവർ. അപ്പൊ പരിശുദ്ധാത്മാവിനെ ലഭിച്ചു എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമില്ല. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ, ആത്മാവിന്റെ ഫലങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ, കൊടുക്കാൻ, അവർക്ക് നൽകാൻ, മറ്റുള്ളവർ അത് കണ്ട് അതിലേക്ക് ആകർഷിക്കപ്പെടുവാനുള്ള അനുഭവം ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് നമ്മൾ ലഭിച്ചു എന്ന് പറയുന്നത്. അല്ലാതെ മറ്റു പ്രത്യക്ഷമായ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് പരിശുദ്ധാത്മാവാണെന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധാത്മാവാണെന്ന് അർത്ഥമില്ല. ആത്മാവിന്റെ ഫലങ്ങളെ നമ്മളിപ്പോ വായിച്ചു കേട്ട വേദഭാഗത്ത് നമ്മൾ കേട്ടു. എന്തിനാ കർത്താവ് വന്നത്? അവർക്ക് ജീവൻ ഉണ്ടാകുവാൻ, സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാൻ. നല്ല ഇടയൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കും. ഇടയൻ എന്ന് പറഞ്ഞാൽ അത് പട്ടക്കാർ മാത്രമല്ല, നമ്മളെല്ലാവർക്കും ഇടയത്വ സ്വഭാവമുണ്ട്. നമ്മളെല്ലാം ഇടയന്മാരാ. മറ്റുള്ളവരെ നയിക്കുന്നവരെല്ലാം ഇടയന്മാരാ. അത് മക്കളെ നയിക്കുന്ന മാതാപിതാക്കളും സഭയെ നയിക്കുന്ന പിതാക്കന്മാരും ജീവിച്ചിരിക്കുന്നവർ, നമുക്കെല്ലാം ഓരോ സ്ഥലങ്ങളിലും ഇടയത്വ സ്വഭാവമുണ്ട്. ആ സ്വത്വം, ആ ഇടയ സ്വഭാവം അത് മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കാനായിട്ടാണ്. അതിന് ജീവൻ ഉണ്ടാവണം. സമൃദ്ധിയായ ജീവൻ തരാനായിട്ടാണ് കർത്താവ് പോകുന്നത്. അപ്പൊ ആ സമൃദ്ധിയുടെ അനുഭവത്തെ നമ്മൾ പ്രാപിച്ചുകൊണ്ട് പോകാൻ നമുക്ക് കഴിയണം. ഈ കാത്തിരിപ്പിന്റെ ദിവസങ്ങൾ നമുക്ക് ലഭിക്കുന്ന നന്മയിലൂടെ, അനുഗ്രഹത്തിലൂടെ കൂടുതൽ കൃപകളും പരിശുദ്ധാത്മാവിന്റെ ആവാസവും അനുഭവങ്ങളും പ്രാപിച്ച് ജീവിക്കാൻ നമുക്ക് ഇടയാകട്ടെ എന്ന ആമുഖമായി ഞാൻ എൻ്റെ വാക്കുകളിലൂടെ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് നമ്മോട് ദൈവവചനം സംസാരിക്കുന്നത് പ്രിയപ്പെട്ട സുനു ജോയിയാണ്. എലിസബത്ത് ആന്റി പറഞ്ഞു സുനു ജോയിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. സുനു ജോയിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു അപരാധം ഞാൻ ചെയ്യാനില്ല. ഒരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യം നമ്മുടെ ഇടയിൽ സുനു ജോയിക്കില്ല. എങ്കിലും സുനു ജോയിയെ സ്വാഗതം ചെയ്യുന്നതിൽ വളരെ സന്തോഷം. ഇൻട്രൊഡക്ഷന്റെ ഒന്നും ആവശ്യമില്ല, ഒരു ആമുഖ വാക്കുകളുടെ ആവശ്യമില്ല. കഴിഞ്ഞ നാളുകളിൽ ധീരമായി ഈ പ്രസ്ഥാനത്തെ വളരെ ശക്തമായി ഐസക്കച്ചനോടും ലിനിക്കൊച്ചമ്മയോടും ചേർന്ന് വളരെ ശക്തമായി ഈ പ്രസ്ഥാനത്തെ നയിച്ച് ഇത്രയും ഭംഗിയായി അത് കൊണ്ടു നടക്കാൻ ദൈവം കൃപ കൊടുത്ത ഒരു ധീര വനിത എന്നുള്ള നിലയിൽ നമ്മുടെ ഇടയിൽ നമ്മൾക്ക് നേതൃത്വം നൽകുവാൻ ദൈവം തെരഞ്ഞെടുത്തു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഈ ദിവസം പ്രിയപ്പെട്ട സുനു നമുക്ക് നൽകുന്ന വചനങ്ങൾ നമുക്ക് അനുഗ്രഹമായി തീരട്ടെ.
കർത്താവ് കൊടുത്ത കൃപകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി അത് വർദ്ധിപ്പിച്ച് മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കൂടുതൽ കൃപകളും അനുഗ്രഹങ്ങളും ദൈവം തമ്പുരാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ദിവസത്തെ ധ്യാനത്തിനായി പ്രിയപ്പെട്ട സുനുവിനെ ക്ഷണിക്കുകയും ചെയ്യുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. യുവർ ഗ്രേസ് MMESന്റെ ഡയസിഷ്യൻ വൈസ് പ്രസിഡന്റ് റെസ്പെക്ടഡ് എബി എബ്രഹാം അച്ഛൻ, സന്നിഹിതരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, MMESന്റെ ഡയസിഷ്യൻ റീജിയണൽ യൂണിറ്റ് ഓഫീസ് ബെയറേഴ്സ്, പ്രിയ എലിസബത്ത് ആന്റി, പ്രിയ കൊച്ചമ്മമാരെ, സന്നിഹിതരായിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഏവർക്കും ക്രിസ്തുവിൽ സ്നേഹവന്ദനം. എത്രയും ബഹുമാനമുള്ള എബി അച്ഛന്റെ നല്ല വാക്കുകൾക്ക് നന്ദി പറയുന്നു. എല്ലാ മഹത്വവും തമ്പുരാന് സമർപ്പിക്കുന്നു. റവറന്റ് ഫാദർ ഡോക്ടർ ഐസക് ബി പ്രകാശ് ആൻഡ് ലിനി കൊച്ചമ്മ, ഞങ്ങളുടെ കൂട്ടായുള്ള പ്രവർത്തനത്തിന് യോഗ്യത നൽകിയ തമ്പുരാന് എല്ലാ മഹത്വവും സമർപ്പിക്കുന്നു. ഒരു നിമിഷം എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ദൈവമായ കർത്താവേ, കാത്തിരിപ്പിന്റെ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയം ആത്മകൃപകൾ പ്രാപിപ്പാൻ തുറന്നു തരണമേ. വരണ്ട നിലം പോലെ ഞങ്ങളുടെ പ്രാണൻ നിനക്കായി ദാഹിക്കുന്നു. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളുടെ ഉള്ളങ്ങൾ നിറയപ്പെടണമേ. ഞങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവ് ഉജ്ജ്വലിച്ച് ഒരേ ആത്മാവോടെ അവിടുത്തെ ആരാധിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഈ അനുഗ്രഹകരമായ വെള്ളിയാഴ്ച ദിവസത്തിൽ കരുണയുള്ള ദൈവമേ, അവിടുത്തെ കൃപ അവിടുത്തെ മക്കളായ അടിയങ്ങളുടെ മേൽ അധികമായി ചൊരിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവും എൻ്റെ രക്ഷിതാവുമേ, എൻ്റെ വായിലെ വചനങ്ങൾ അവിടുത്തെ ഇഷ്ടപ്രകാരം ആയിരിക്കണമേ. ആമീൻ. ഇന്ന് ഹ്യൂസ്റ്റണിലെ കാലാവസ്ഥ മഴയും ഇടിയും കൊള്ളിയാനും ഒക്കെയാണ്. ദൈവം എനിക്ക് അനുവദിച്ചു തന്ന ഈ നിയോഗം പൂർത്തീകരിപ്പാൻ സഹായിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. വളരെ സന്തോഷം തുടിക്കുന്ന ഹൃദയം നിറഞ്ഞ ആത്മീയ അനുഭവങ്ങൾ ഓരോ വെള്ളിയാഴ്ചയും ഈ കൂടിവരവിലൂടെ നമുക്ക് ലഭിക്കുന്നു. ബലഹീനയായ അടിയനും അതിനോട് ഒന്ന് കൂട്ടിച്ചേർക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥനയും ശ്രദ്ധയും വിനീതമായി അപേക്ഷിക്കുന്നു. സാധിക്കുന്ന എല്ലാവരും എലിസബത്ത് ആന്റി എപ്പോഴും പറയുന്നത് പോലെ വിശുദ്ധ വേദപുസ്തകം തുറന്നു വെച്ച് എൻ്റെ കൂടെ വരണമേ എന്ന് അപേക്ഷിക്കുന്നു. നമ്മൾ വിശുദ്ധ ഗ്രന്ഥം എടുക്കുമ്പോഴും അത് തുറന്നു വായിക്കുമ്പോഴും പ്രത്യേകിച്ച് സ്വർഗം അത് കാണുന്നു. കാരണം അതിലുള്ള ഓരോ വചനങ്ങളും ദൈവശാസ്ത്രീയമാണ്, ജീവനുള്ളതാണ്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വേദഭാഗം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ സുവിശേഷം എഴുതിയത് യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നമ്മൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനുമാണെന്ന് അതിലെ 20-ാം അധ്യായം 31-ാം വാക്യം പറയുന്നു. നമ്മൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ് നമ്മുടെ കർത്താവ് വന്നത്. ഈ സുവിശേഷത്തിൽ 7 ഐ ആം സെയിൻസ് ഉണ്ട്. ഞാനാകുന്നു, അങ്ങനെയുള്ള 7 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഞാൻ ജീവന്റെ അപ്പമാകുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, ഞാൻ വാതിലാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുന്തിരിവള്ളിയാകുന്നു. ഈ പറഞ്ഞ 7 സ്റ്റേറ്റ്മെന്റ്സുകളിൽ 2 എണ്ണം നമ്മൾ ഇന്ന് വായിച്ച വേദഭാഗത്തിലുണ്ട്. ഒന്ന്, ഞാൻ വാതിലാകുന്നു, വേഴ്സ് 9. മറ്റൊന്ന്, ഞാൻ നല്ല ഇടയനാകുന്നു. നമ്മുടെ സ്വല്പ നേരത്തെ ധ്യാന ചിന്തയ്ക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഞാൻ നല്ല ഇടയനാകുന്നു എന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. വിശുദ്ധ ഗ്രന്ഥം പഠിക്കുമ്പോൾ അനേകം ഇടയന്മാരെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന് മോശ, യാക്കോബിന്റെ മക്കൾ, ലാബാൻ, ആമോസ് പ്രവാചകൻ, കൂടാതെ റാഹേൽ ഒരു ഇടയ കന്യകയാകുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. നമ്മുടെ കർത്താവ് അനേകം ഉപമകളിലൂടെ സംസാരിച്ചു. തിരുവെഴുത്തുകളിൽ നമ്മൾ നോക്കുമ്പം ആടുകളും ആട്ടിൻകൂട്ടവും ദൈവജനത്തിന്റെ പ്രതീകങ്ങളാണ്. നല്ല ഇടയന്റെ പ്രത്യേകതകൾ നമ്മൾ അവിടെ വായിക്കുന്നു. 3-ാം വാക്യം മുതൽ, അവൻ വാതിലിലൂടെ കടക്കുന്നു, അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു, ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു, തന്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു, അവൻ അവയ്ക്ക് മുൻപായി നടക്കുന്നു, ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. എന്നാൽ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളോട് പറയുന്ന കാര്യം
ഈ സാദൃശ്യം കർത്താവ് അവരോട് പറഞ്ഞപ്പോൾ തങ്ങളോട് പറഞ്ഞത് ഇന്നത് എന്ന് അവർ ഗ്രഹിച്ചില്ല എന്നാണ്. യഹൂദന്മാർക്ക് അന്ന് ഗ്രഹിക്കാൻ പറ്റാതിരുന്ന ഈ വചനം ഗ്രഹിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഇന്ന് സഹായിക്കണമേ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 31 മുതലുള്ള വാക്യങ്ങൾ അന്ത്യ ന്യായവിധിയെക്കുറിച്ചാണ് പറയുന്നത്. മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. സകല ജാതികളെയും മുൻപിൽ കൂട്ടും. ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തന്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. ഇവിടെ 2 തരത്തിലുള്ള ആടുകളെ നമ്മൾ കേട്ടു. ഒന്നാമത്തെ കൂട്ടം കോലാടുകൾ, രണ്ടാമത്തേത് ചെമ്മരിയാടുകൾ. കർത്താവ് ഏറ്റവും നല്ല അധ്യാപകനായിരുന്നു. കർത്താവ് ഉപമകൾ പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ അന്നത്തെ അവിടുത്തെ ജനത്തിന് വ്യക്തമായി അറിയാവുന്ന കാര്യങ്ങളാണ് ഉപമകളായി എടുത്തത്. പഴയ നിയമപിതാക്കന്മാരെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്ക് മൃഗസമ്പത്ത് ധാരാളം ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 46-ാം അധ്യായത്തിൽ യാക്കോബും കുടുംബവും മിസ്രൈമിൽ വരുമ്പോൾ യോസഫ് അവരോട് പറയുന്നുണ്ട്, ഫറവോൻ നിങ്ങളോട് നിങ്ങളുടെ തൊഴിൽ എന്തെന്ന് ചോദിച്ചാൽ അടിയങ്ങൾ ബാല്യം മുതൽ ഇന്നുവരെയും ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും ഗോപാലകർ ആകുന്നു എന്ന് പറയണമെന്ന്. ഈ 2 തരം ആടുകളെയും നമ്മൾ ശ്രദ്ധിച്ചു. അവരുടെ പ്രത്യേകതകൾ നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. കോലാടിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവയ്ക്ക് വളരെ ദൂരക്കാഴ്ചയ്ക്ക് ശക്തിയുണ്ട് എന്നാണ് പറയുന്നത്. ദൂരെയുള്ള കാര്യങ്ങൾ അവർക്ക് കാണാം, എന്നാൽ അവർക്ക് കേൾവി ശക്തി വളരെ കുറവാണ് താനും. കുന്നുകളുടെ മുകളിൽ നിന്നൊക്കെ നോക്കുമ്പോൾ അവയ്ക്ക് ദൂരെയുള്ള പച്ചപ്പുല്ലും ജലതടാകവും ഒക്കെ കാണാൻ പറ്റും. തനിയെ പോയി മേയാൻ പറ്റും. അങ്ങനെ ആരുടെയും സഹായം ആവശ്യമില്ലാതെ അവർ മേച്ചിൽ കണ്ടെത്തുന്നു. എന്നാൽ ചെമ്മരിയാടുകൾ ജന്മവൈകല്യമുള്ള സാധു ജീവികളാണെന്നാണ് പറയുന്നത്. അവയ്ക്ക് ദൂരക്കാഴ്ച ശക്തി വളരെ കുറവാണ്. അപ്രോക്സിമേറ്റ്ലി ഒരു മനുഷ്യന്റെ ഉയരത്തേക്കാൾ അല്പം മാത്രം കൂടുതൽ അത്രയും ഉള്ളൂ അവരുടെ കാഴ്ചശക്തി. എന്നാൽ അവരുടെ കേൾവി ശക്തി വളരെ കൂടുതലാണ്. കാഴ്ചശക്തി വളരെ കുറവായതുകൊണ്ട് മുൻപേ നടക്കുന്ന ഇടയന്റെ കാലിനെ അവർ പിന്തുടരുന്നു. ഇടയന്റെ ശബ്ദം അവർക്ക് നന്നായി അറിയാം. ആ ശബ്ദം മനസ്സിലാക്കി ഇടയൻ കാണിക്കുന്ന മേച്ചിൽ, ഇടയൻ കാണിക്കുന്ന തടാകം, അങ്ങനെ ഇടയന്റെ സഹായത്തോടെ മേച്ചിൽപ്പുറം കണ്ടെത്തുന്നവരാണ് ചെമ്മരിയാടുകൾ. ഒരു നിമിഷം നമുക്ക് ചിന്തിക്കാം പ്രിയമുള്ളവരെ, ഏതാടുകളുടെ കൂട്ടത്തിലുള്ളവരാണ് നമ്മൾ? ഇപ്പോഴുള്ള നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മളെല്ലാവരും, നമ്മളുടെ കുഞ്ഞുങ്ങളും നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആകാൻ ആഗ്രഹിക്കുന്നവരാണ്. ആരും നമ്മളെ കുറ്റം പറയുന്നത് നമുക്ക് ഇഷ്ടമില്ല, ആരും നമ്മളെ തിരുത്തുന്നത് നമുക്ക് ഇഷ്ടമില്ല. ആരുടെയും തുണയോ സഹായവും ഇല്ലാതെ എല്ലാം നമുക്ക് തനിയെ ചെയ്യാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നു. സ്വയം പര്യാപ്തത വന്ന് സ്വന്തം അധ്വാനം കൊണ്ട് സർവ്വവും നേടി എന്ന് നമ്മൾ പറയുന്നു. കുടുംബ മാഹാത്മ്യം നമ്മൾ പറയും. നാം ആയിരിക്കുന്ന അവസ്ഥയിൽ സർവ്വവും സ്വയം നേടി എന്ന് നമ്മൾ പറയും. നമുക്ക് കിട്ടിയ വിദ്യാഭ്യാസം, നമുക്ക് കിട്ടിയ ജോലി, ആരോഗ്യം, ലഭിച്ച നന്മകൾ, ഇതൊക്കെ നമ്മുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണെന്ന് നമ്മൾ പറയുമോ? എന്നാൽ ചെമ്മരിയാടുകളെ നോക്കിക്കേ, അവർ ഇടയനോട് പൂർണ്ണമായി വിധേയപ്പെട്ടിരിക്കുന്നവരാണ്. നമ്മുടെ ഇടയനോട് നമ്മൾ വിധേയപ്പെട്ടിരിക്കുന്നുണ്ടോ? വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം ഇപ്രകാരം പറയുന്നു, 5-6 വാക്യങ്ങൾ. അവൻ ദൈവരൂപത്തിലിരിക്കെ, 5-ാം വാക്യം പറയുന്നു, ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിന്റെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. ഒരു യോഗ്യതയില്ലെങ്കിലും നമ്മളെ മാനിക്കുവാൻ, നമ്മളെ സ്നേഹിക്കുവാൻ, ഭൗമികരായ നമ്മളെ സ്വർഗീയരാക്കുവാൻ നമ്മുടെ ഇടയിലേക്ക് വന്ന നല്ല ഇടയനെ നമ്മൾ പിൻപറ്റുന്നുണ്ടോ? ദാവീദ് പറയുകയാണ്, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് അവൻ എന്നെ നടത്തുന്നു. ആടുകളെ അറിയുന്ന ഇടയൻ, ആടുകളെ കരുതുന്ന ഇടയൻ. ആട്ടിടയനെ കുറച്ചുകൂടി നമ്മൾക്ക് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ, ഇടയന്റെ കയ്യിൽ ഒരു വളഞ്ഞ വടിയുണ്ട്. അത് മുന്നോട്ട് പോകുമ്പോൾ വഴിയിലൊക്കെ മരങ്ങൾ കണ്ടാൽ അതിൻ്റെ ചില്ലകൾ ചായച്ച് ആടിന് ഭക്ഷിക്കാൻ കൊടുക്കാൻ പറ്റും. അതിൻ്റെ കൂടെ ഒരു മുളന്തണ്ടുണ്ട്.
വന്യമൃഗങ്ങൾ ആടിനെ പിടിക്കാൻ വന്നാൽ അത് ഉപയോഗിച്ച് അവയെ എറിഞ്ഞു വീഴ്ത്തും. അത്ര ബലമുള്ള ശക്തിയുള്ള മുളന്തണ്ടാണ്. പിന്നെ ഇടയന് ഒരു സഞ്ചിയുണ്ട്. അതില് പച്ചമരുന്ന്, കമ്പ്, ചരട്, കല്ല്, കവിണി, ഇങ്ങനെ കൊച്ചു കൊച്ചു സാധനങ്ങളുണ്ട് അതില്. വൈകുന്നേരം ആടുകളെയൊക്കെ കൂട്ടിൽ കയറ്റി ഇടയൻ വാതിൽക്കൽ കിടക്കും. അനുസരണക്കേട് തോന്നി ഏതെങ്കിലും ഒരെണ്ണം കൂട്ടിൽ നിന്നിറങ്ങാൻ ശ്രമിച്ചാൽ ഇടയന്റെ നെഞ്ചത്ത് ചവിട്ടി മാത്രമേ അതിന് പുറത്തു വരുവാൻ സാധിക്കുകയുള്ളൂ. പ്രഭാതമാകുമ്പോൾ ഇടയൻ എഴുന്നേറ്റ് ഓരോരുത്തരെയും പേര് വിളിച്ചിറക്കി മേയാൻ കൊണ്ടുപോകും. ഇങ്ങനെ പോകുമ്പോൾ ചിലതിന് അസുഖം വരും, ചിലത് കൂട്ടം തെറ്റി പോകാൻ ശ്രമിക്കും. അപ്പോഴൊക്കെ തൻ്റെ വളഞ്ഞ വടി ഉപയോഗിച്ചുകൊണ്ട് അവയൊക്കെ ഇടയൻ ചേർത്ത് അടുപ്പിച്ച് നിർത്തും. എന്നാൽ ചില കുസൃതി കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവർ എത്ര ചേർത്ത് നിർത്താൻ ശ്രമിച്ചാലും ഇടയന്റെ അടുത്ത് നിന്ന് മാറിപ്പോകാൻ ശ്രമിക്കും. അപ്പോൾ ഇടയൻ എന്ത് ചെയ്യുന്നെന്നറിയാമോ? അതിനെ പിടിച്ചിട്ട് തൻ്റെ മാറോട് ചേർത്ത് വെക്കും. തൻ്റെ കയ്യിലിരിക്കുന്ന വളഞ്ഞ വടിയെടുത്ത് അതിൻ്റെ മേലേക്ക് ആടിൻ്റെ മുൻകാലുകൾ വെക്കും. എന്നിട്ട് മുളന്തണ്ടെടുത്ത് വളഞ്ഞ വടിയുടെ മേലിരിക്കുന്ന ഈ ആടിൻ്റെ കാലിലേക്ക് ബലത്തോടമർത്തി അതിൻ്റെ അസ്ഥികളെ ഒടിക്കും. അത് വേദനയോടെ നിലവിളിക്കും. ഇടയന്റെ കയ്യിൽ നിന്ന് കുതറിപ്പോകാൻ ശ്രമിക്കും. പക്ഷെ ഇടയൻ അതിനെ വിടില്ല. അതിൻ്റെ 2 കാലുകളിലെയും അസ്ഥികളെ ഇടയൻ തകർക്കും. പിന്നീട് തൻ്റെ സഞ്ചിയിലുള്ള കമ്പ്, തുണി, ചരട് ഇതൊക്കെ എടുത്ത് അതിൻ്റെ കാലുകളെ ബന്ധിക്കും. കയ്യിലുള്ള പച്ചമരുന്ന് പുരട്ടും. അപ്പോഴും ഈ ആട് വേദനയോടെ വളരെ നിലവിളിക്കും. ഇടയനാകട്ടെ ഈ ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ആടിനെ ഒന്ന് തലോടി ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ മുൻകാലും കഴുത്തും തൻ്റെ വലത്തു തോളിൽ വരത്തക്കവണ്ണം ആട്ടിൻകുഞ്ഞിനെ തൻ്റെ തോളിൽ കിടത്തും. പുറകിലത്തെ കാൽ തൻ്റെ ഇടതു തോളിൽ വരും. അസ്ഥി തകർന്നു കഴിഞ്ഞാൽ ആടിന് നടക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇടയൻ ആടിനെ തൻ്റെ ചുമലിൽ വഹിക്കും. പിന്നെ കുറേ നാളത്തേക്ക് ഇടയന്റെ തോളിലാണ് പ്രിയമുള്ളവരെ ഇതിന്റെ സഞ്ചാരം. നിങ്ങൾ ക്രൈസ്റ്റ് എന്ന ഗുഡ് ഷെപ്പേർഡ് എന്ന നമ്മുടെ ഐക്കോൺ കണ്ടിട്ടുണ്ടോ? അതിനകത്ത് ആ വിഷ്വൽ നമുക്ക് നല്ലതായിട്ട് കാണാം. പിന്നെ ഈ ആടിന് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ആണ്. ഇടയൻ എന്ത് കുടിച്ചാലും കഴിച്ചാലും അതിൻ്റെ ഒരു പങ്ക് തൻ്റെ സ്വന്തം കൈകൊണ്ട് ഇടയൻ അതിൻ്റെ വായിൽ വെച്ചു കൊടുക്കും. അങ്ങനെ ഇടയന്റെ ഹൃദയത്തിന്റെ താളം, ഇടയന്റെ സ്നേഹം നന്നായി ഈ ആട്ടിൻകുട്ടി മനസ്സിലാക്കും. ഇടയൻ തൻ്റെ ദയുള്ള കൈകൊണ്ട് ആട്ടിൻകുട്ടിയെ തലോടും. കുഞ്ഞാടായതുകൊണ്ട് അസ്ഥികൾ വേഗം സുഖപ്പെടും. തൻ്റെ ഇടയന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ ഈ ആടുണ്ടല്ലോ, പിന്നെ ഒരിക്കലും ആ ഇടയന്റെ സ്നേഹത്തിൽ നിന്ന് വിട്ടുപോകത്തില്ല. കെട്ടഴിച്ച് ഈ ആട്ടിൻകുട്ടിയെ താഴെ നിർത്തിയാലും ഈ ആട് ഇടയന്റെ കാലടിയിൽ നിന്ന് മാറിപ്പോകാതെ ഏറ്റവും പറ്റി നിൽക്കും. വേറെ ഏതെങ്കിലും ആട് ഇടയനോട് ചേർന്ന് വരാൻ ശ്രമിച്ചാൽ അതിനെ ഇടിച്ചു മാറ്റി ഇടയനോട് ചേർന്ന് നടക്കും. പ്രിയമുള്ളവരെ, ഇടയന്റെ കാലടികളെ വിട്ട് ഞാനും നിങ്ങളും മാറിപ്പോകാൻ ശ്രമിക്കുമ്പോൾ, അതായത് ഈ ലോകത്തിലെ മോഹങ്ങൾ, ജഡത്തിന്റെ ആഗ്രഹങ്ങൾ, നമ്മുടെ പാപ സ്വഭാവങ്ങൾ, സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ, രോഗങ്ങൾ, ശക്തിക്കപ്പുറമായ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ നമ്മുടെ കർത്താവിന്റെ പാദപീഠത്തിൽ നിന്ന് നമ്മളെ അകറ്റുമ്പോൾ എല്ലാം ചേർത്ത് പിടിച്ച് തൻ്റെ കാലടിയോട് ചേർത്ത് നിർത്തി നമ്മളെ വഴി നടത്തുന്ന നല്ല ഇടയനാണ് നമ്മുടെ കർത്താവ്. അവന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു എന്ന് ദാവീദ് പറയുന്നു. ഈ കൂട്ടായ്മയിൽ ആരെങ്കിലും ജീവിതത്തിന്റെ ഏതെങ്കിലും അവസ്ഥയിൽ ഹൃദയം നുറങ്ങിയിരിക്കുന്നെങ്കിൽ ഓർക്കണമേ, നമ്മുടെ കർത്താവിന്റെ ആണിപ്പെഴുതുള്ള കരങ്ങൾ നിങ്ങളെ തലോടിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഈ ലോകത്തിലെ സുഖമോ ദുഃഖമോ കഷ്ടമോ പ്രയാസമോ യാതൊന്നും നമ്മുടെ കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മളെ ഒരിക്കലും പുറകിലോട്ടാക്കി കളയാതെ ആ ദിവ്യ സ്നേഹത്തോട് ചേർന്ന് നിൽപ്പാൻ നമുക്കിടയാകണം. വചനം പറയുന്നു, താൻ സ്നേഹിക്കുന്നവരെ അവിടുന്ന് ശിക്ഷിക്കുന്നു. അത് അവിടുത്തോട് നമ്മൾ കൂടുതൽ അടുത്തു വരാൻ വേണ്ടിയാണ് ആ ശിക്ഷ. അവന്റെ കാലടികളെ വിട്ട് അകന്നു പോകാതെ ഇരിക്കേണ്ടതിനാണ് ചിലപ്പോഴൊക്കെ അവൻ നമ്മളുടെ അസ്ഥികളെ ഒടിക്കുന്നത്. ദൈവത്തിന്റെ ഹൃദയത്തിന് പ്രിയപ്പെട്ടവനായ ദാവീദ് എഴുതിയ മറ്റൊരു സങ്കീർത്തനമാണല്ലോ 51-ാം സങ്കീർത്തനം. അനവധി പ്രയാസങ്ങളിലൂടെ കഷ്ടങ്ങളിലൂടെ കടന്നുപോയ ദാവീദ് പറയുന്നു, നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. ഇടയൻ അസ്ഥികളെ ഒടിക്കുമെന്ന ഇടയനായ ദാവീദിന് നല്ലതുപോലെ അറിയാം. പ്രിയമുള്ളവരെ, നമ്മളുടെ സങ്കടത്തിൽ, പ്രയാസത്തിൽ നമ്മൾ വിശ്രമിക്കേണ്ടത് എവിടെയാണെന്നറിയാമോ? നമ്മുടെ പ്രിയന്റെ ചുമലിലാണ്. വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി പ്രത്യാശയിൽ ദിവസം തോറും മുന്നേറുവാൻ ഓരോ ദിവസവും തമ്പുരാൻ തൻ്റെ വചനത്തിലൂടെ നമുക്ക് ധൈര്യം നൽകുന്നു. നമ്മുടെ വിശുദ്ധ ജീവിതം കൊണ്ടല്ല, നമ്മുടെ പ്രാർത്ഥന കൊണ്ടല്ല, ഈ ലോകത്തിൽ നമ്മൾ ചെയ്ത ഒരു നന്മയും കൊണ്ടല്ല,
എന്നാൽ എന്തിൻ്റെയും സ്നേഹത്തെക്കാൾ അധികമായി നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ പൊന്നുതമ്പുരാൻ അവിടുത്തെ വചനത്തിലൂടെ നമ്മളോട് പറയുക, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഈ വെള്ളിയാഴ്ച ദിവസം ഈ വചനം ധ്യാനിക്കുമ്പോൾ അമ്മയേക്കാൾ അധികം നിത്യസ്നേഹത്താൽ അവൻ നമ്മെ ചേർത്ത് പിടിക്കുന്നു എന്ന ബലം നമുക്കുണ്ടാകണം. കാണാതെ പോയ ആടിനെ പറ്റി നാം വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 18-ാം അധ്യായത്തിലും വിശുദ്ധ ലൂക്കോസ് ഏവൻഗേലിസ്റ്റിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലും വായിക്കുന്നു. അവിടെ 99-നെയും വിട്ടിട്ട് ഒന്നിനെ തിരഞ്ഞുപോയ ഇടയനെയാണ് നമ്മൾ കാണുന്നത്. 100 ആടുകളിൽ ഒന്ന് കാണാതെ പോകുമ്പോൾ ഇടയന് അതിനെക്കുറിച്ച് വളരെ ശ്രദ്ധയും അന്വേഷണവും വളരെ ലളിതമായി കർത്താവ് ആ ഉപമയിലൂടെ നമുക്ക് വെളിപ്പെടുത്തുന്നു. ലോകപ്രകാരം നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ ആരും എല്ലാവരും വലുതിൻ്റെ പിന്നാലെയാണ് പോകുന്നത്, കൂടുതലുള്ളതിൻ്റെ പിന്നാലെയാണ് നമ്മൾ പോകാൻ ശ്രമിക്കുന്നത്. കർത്താവ് പക്ഷെ ഒന്നേ നഷ്ടപ്പെട്ടുള്ളൂ എങ്കിലും അതിനെക്കുറിച്ച് ഉടൻ തന്നെ ബോധ്യമുള്ളവനാകുന്നു. പാപത്തിന്റെ പ്രലോഭനങ്ങളിൽ മുങ്ങി കർത്താവിന്റെ സന്നിധിയിൽ നിന്ന്, അവിടുത്തെ സ്നേഹത്തിൽ നിന്ന് നമ്മൾ മാറി മാറി പോകുമ്പോൾ നമ്മളെ കാത്ത് സ്നേഹത്തോടെ ഇരിക്കുന്ന സ്വർഗത്തിലെ അപ്പൻ അവിടുത്തെ സ്നേഹത്തിൽ നമ്മൾ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ തലയോളം നമ്മൾ ഓരോരുത്തരും വളരണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുകയാണ്. പാപത്തോട് അനുഭാവമുള്ള ജഡത്തോടെ നമ്മൾ വസിക്കുമ്പോൾ പാപമാകുന്ന ചേറ്റിലേക്ക് വീണ്ടും വീണ്ടും ഞാനും നിങ്ങളും താണ് പോകുമ്പോൾ ഈ ജഡത്തിന്റെ ആഗ്രഹം ഈ ലോകത്തോടും പാപത്തോടുമാണ്. ഈ നല്ല ഇടയൻ നഷ്ടപ്പെട്ടു പോയ എന്നെയും നിങ്ങളെയും പേർ വിളിച്ച് തിരക്കി കുഴഞ്ഞ ചേറ്റിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുവാൻ അവൻ ആണിപ്പിഴുതുള്ള കരം നീട്ടുന്നു. നമ്മളെ വീണ്ടെടുത്ത് ആടിനെ കണ്ടു കിട്ടുമ്പോൾ വാരിയെടുത്ത് തഴുകി തലോടി സ്നേഹം പകർന്ന് സന്തോഷിക്കുന്ന പോലെ നമ്മുടെ കർത്താവ് നമ്മളുടെ മലിനതകളെല്ലാം മാറ്റി മക്കളും പ്രിയമക്കളുമാക്കി തീർത്തു. പ്രിയമുള്ളവരെ, അവനിൽ വസിപ്പാൻ അവിടുത്തെ തിരുശരീരവും രക്തവും നമുക്ക് നൽകി. ആട്ടിൻകുട്ടി തൻ്റെ ഇടയനോട് എത്രയും ചേർന്ന് നിൽക്കുന്നത് പോലെ നമുക്കും നമ്മുടെ മരണം വരെയും ആ സ്നേഹത്തോട് ചേർന്ന് ആ വചനത്തിൽ വസിച്ച് ചേർന്ന് നിൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, കുറവുകൾ മാത്രമുള്ള ഞങ്ങളോട് അവിടുത്തെ സ്നേഹത്തിൽ നിന്ന്, കരുതലിൽ നിന്ന് മാറിപ്പോയിട്ടുള്ള ഞങ്ങളോട് ക്ഷമിക്കണമേ. അവിടുത്തെ ഭൃത്യനെ അന്വേഷിക്കണമേ. കർത്താവെ, ഞങ്ങളോട് ക്ഷമിക്കണമേ. ദാവീദുപുത്രാ, പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ. സഹനങ്ങളെ പിറുപിറുക്കാതെ നേരിടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ തളർന്നു പോകുമ്പോൾ ഞങ്ങൾ അവിടുത്തെ തോളിലാണെന്ന്, അവിടുത്തെ ദയയുള്ള കരം ഞങ്ങളെ തഴുകി തലോടുന്നുണ്ടെന്ന് കൂടെ ഞങ്ങളെ ആശ്ലേഷിപ്പിക്കുന്നുവെന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഒരിക്കലും അവിടുത്തെ കാലടികൾ വിട്ട് പിന്മാറിപ്പോകാതെ നല്ല ഇടയനാകുന്ന അവിടുത്തോട് ചേർന്നിരിപ്പാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഈ കാത്തിരിപ്പിന്റെ ദിവസങ്ങളിൽ ഒരു പെന്തിക്കോസ് പെരുന്നാൾ കൂടി ആഘോഷിപ്പാൻ നമ്മൾ തയ്യാറെടുക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ തക്കവണ്ണം നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മളെ വെടിപ്പും വിശുദ്ധിയുമുള്ള ആലയങ്ങളാക്കി തീർക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. അവിടത്തേക്ക് കൊള്ളാവുന്ന വിശുദ്ധ പാത്രങ്ങളാക്കി നമ്മളെ തീർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ തൃത്വത്തിന് എന്നേക്കും സ്തുതിയും പുകഴ്ചയും സമർപ്പിക്കുന്നു. ആമീൻ. ഈ വലിയ പ്ലാറ്റ്ഫോമിൽ കൃപയോടെ അടിയനെ നിർത്തിയ തമ്പുരാന് നന്ദി പറയുന്നു. അവസരം നൽകിയ ഇതിൻ്റെ ഭാരവാഹികളോടുള്ള സ്നേഹം അറിയിക്കുന്നു. എന്നെ ഇതിന് പ്രോത്സാഹിപ്പിച്ചത് പ്രിയപ്പെട്ട സാലി കൊച്ചമ്മയാണ്. കൊച്ചമ്മയോടുള്ള സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. കുറവുകൾ ഉണ്ട്, ക്ഷമിക്കണമേ. പ്രാർത്ഥനയിൽ ചേർത്ത് പിടിച്ച എല്ലാവരോടുള്ള സ്നേഹം അറിയിക്കുന്നു. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്, സ്നേഹത്തിന്, കരുതലിന് നന്ദി പറയുന്നു. ഗ്രേസ് ബി ടു യു ആൾ. താങ്ക് യു. ഒരു ഇടയൻ ആരായിരിക്കണം, എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം? ഒരു യഥാർത്ഥ ഇടയൻ എന്നുള്ള വാക്ക് മാത്രമല്ല, ഒരു യഥാർത്ഥ ഇടയൻ എങ്ങനെയായിരിക്കണം? ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നവനൊക്കെ നമ്മൾ വെറുതെ പറയുന്നതല്ല. ജീവൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് മാത്രമേ ജീവൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാത്തതൊന്നും നമ്മൾ നമ്മുടെ ജീവനെ രക്ഷിച്ചുകൊണ്ട് പോകുന്നതാണ്, ബാക്കിയുള്ളതല്ല. നല്ലൊരു ഇടയൻ എങ്ങനെയാണോ, എങ്ങനെയായിരിക്കണം, അത് നമുക്ക് എല്ലാവർക്കും ഉള്ള സന്ദേശമാണ്. എല്ലാവരെയും ഒരുപോലെ ഇടയന്റെ കയ്യിലെ വടിയും ഇടയന്റെ നടപ്പും കിടപ്പും എല്ലാം അതിന്റെ ഭാഗമാണ്. ഇടയൻ കിടക്കുന്നത് പോലും അതിന്റെ ഭാഗമാണെന്ന് നമ്മൾ കേട്ടു. വളരെ ഭംഗിയായി അത് പറഞ്ഞു. ഒരാട് തന്റെ ആലയിൽ നിന്ന് ഇറങ്ങിപ്പോകണമെങ്കിൽ
ഒരിടയനെ മറികടക്കാതെ പോകാൻ സാധ്യമല്ല. അങ്ങനെ കാത്തു സംരക്ഷിക്കുന്ന ഒരു സമൂഹം നമ്മുടെ ഇടയിലുണ്ട്. അത് സഭയാകാം, കുടുംബമാകാം, ഒരു സമൂഹമാകാം. എല്ലാ ഇടങ്ങളിലും ഒരു ഇടയ സ്വഭാവം, ഞാൻ ആദ്യം ഓർമ്മിപ്പിച്ചതുപോലെ ഒരു ഇടയ സ്വഭാവം നമ്മളിലുണ്ട് എന്ന് ബോധ്യപ്പെടാൻ നമുക്ക് കഴിയണം. ആ സ്വഭാവത്തിലൂടെ നമുക്ക് കിട്ടുന്ന പരിശുദ്ധാത്മാവിന്റെ നൽവരങ്ങളെ പ്രാപിക്കുവാനാണ് പ്രിയപ്പെട്ട സുനു നമ്മളോട് ഇന്ന് ഓർമ്മിപ്പിച്ചത്. വളരെ ശക്തമായ വചനം. ഈ പ്രസംഗം എന്ന് പറയുന്നത് ഇത് പ്രസംഗം കേൾക്കുക എന്നുള്ളതല്ല, ഇതെല്ലാം ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ്. ഒരുപക്ഷെ നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും, അയ്യോ ഇതൊക്കെ ഞാൻ എത്ര കേട്ടതാ, ഇതൊക്കെ എത്ര വായിച്ചതാ, എത്ര പഠിച്ചതാ. പക്ഷെ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതെങ്ങനെയാണ് പ്രാവർത്തികമാക്കപ്പെടുക എന്നുള്ളതാണ് പ്രധാനം. നിങ്ങൾ കേൾക്കുക എന്നുള്ളതല്ല, കേൾക്കുന്നതിന്റെ ഒരു ഔട്ട്കം എന്താണ്, അതാണ് നമുക്ക് ആവശ്യം. നമ്മൾ കേട്ട് തഴമ്പിച്ച കാര്യങ്ങൾ ഒന്നുകൂടി കേൾക്കുമ്പോൾ നമ്മൾ നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങളെ നമുക്ക് ഒന്ന് നേടിയെടുക്കാൻ കഴിയും. അതങ്ങനെയാ നമുക്ക് കിട്ടുന്നത്. നമുക്കറിയാമല്ലോ, വീട്ടിൽ നിങ്ങൾ ആഹാരം വെക്കുമ്പോൾ, നിങ്ങൾ സ്ത്രീകളാണല്ലോ, വീട്ടിൽ ആഹാരം വെക്കുന്നവരാണെങ്കിൽ ആഹാരം വെക്കുമ്പോൾ ഇന്ന് വെക്കുന്ന കറിയും നാളെ വെക്കുന്ന കറിയും ഒന്നാണെങ്കിൽ പോലും ഇന്നിന്റെ കുറവുകളെ നാളത്തെ അതിൽ പരിഹരിക്കാനുള്ള ഒരു ശ്രമം നമ്മൾ പലപ്പോഴും നടത്താറുണ്ട്. അപ്പൊ എന്ന് പറയുന്നത് പോലെ രുചികരമായ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ വന്നുപോയ കുറവുകളെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുക, അത് അടുത്ത ദിവസം പരിഹരിക്കപ്പെടുക. അതാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യം. അപ്പൊ ഓരോ പ്രസംഗങ്ങളും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതാണ്. ഇന്നത്തെ ദൈവവചനത്തിൽ നിന്ന് നമ്മൾ കേട്ട നമ്മുടെ സ്വഭാവത്തിന്റെ അനുഭവങ്ങളെയും ജീവിതത്തിന്റെ ആത്മീക അനുഭവങ്ങളെയും ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. പ്രിയപ്പെട്ട സുനു ജോയിയോടുള്ള എല്ലാ നന്ദിയും സ്നേഹവും കടപ്പാടും ഈ സമയത്ത് പ്രത്യേകമായി അറിയിക്കുന്നു. ദൈവം തമ്പുരാൻ കൂടുതലായി അനുഗ്രഹിക്കട്ടെ. ഭംഗിയായി ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ വചനങ്ങളെ പകർന്നു കൊടുക്കുവാനുള്ള കൃപ ദൈവം തമ്പുരാൻ കൂടുതൽ നൽകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. MBSന്റെ ഡയസിന്റെ പേരിലുള്ള അഭിനന്ദ തിരുമേനിയുടെയും ഞങ്ങള് ചുമതലക്കാരുടെയും ഈ പങ്കെടുക്കുന്ന എല്ലാവരുടെയും എല്ലാ അംഗങ്ങളുടെയും എല്ലാവരുടെ പേരിലുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായി ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം തമ്പുരാൻ കൂടുതലായി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട സുനു ജോയിൽപ്പൊടി, ദൈവം തമ്പുരാൻ നമ്മളെ കൽപ്പിച്ച വചനങ്ങൾക്ക് നന്ദി അർപ്പിക്കുകയും സുനുവിന് നന്ദി അർപ്പിക്കുകയും സുനുവിനെ, ജോയി, ഡീക്കൻ സിനോ, ജെയ്സ്, ചെറി, ജിതിൻ ഇവരെല്ലാം കുടുംബാംഗങ്ങളെല്ലാം പ്രിയപ്പെട്ടവരെയും പ്രാർത്ഥനയെ സമർപ്പിക്കുന്നു. സുനുവിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നന്ദിയോടുകൂടി ദേവസന്നെ സമർപ്പിക്കുന്നു. ഒപ്പം നഷ്ടപ്പെട്ട 99 പേരെയും വിട്ടിട്ട് ഒരു നഷ്ടപ്പെട്ട ആടിന്റെ പുറകെ വരുന്ന കർത്താവ് നമ്മയും തേടി വരുമെന്ന് നമുക്ക് ഉറപ്പ് ഉണ്ട്. ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ എത്ര പ്രാവശ്യം ഈ വചനം കേട്ടാലും ഒരു പ്രത്യേക ഒരു തലത്തിൽ, ഒരു പ്രത്യേക ആംഗിളിൽ നമ്മെ വചനം സ്പർശിക്കുകയും പ്രാർത്ഥനയോടുകൂടി ഇരിക്കുമ്പോൾ ദൈവം തമ്പുരാൻ ഈ പ്രിയപ്പെട്ട സഹോദരിൽ കൂടി നമ്മളോട് സംസാരിക്കുന്നതായിട്ട് നാം മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കുവാൻ നമ്മെ സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യാം. പരസ്പരം പ്രാർത്ഥനയിൽ ബലപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യാം. ഇന്ന് 100 പേരോളം ഈ പ്രാർത്ഥനയിൽ ഒരുമിച്ച് വന്നിരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ കുറവുകൾ ഓർക്കാതെ നമ്മുടെ കർത്താവ് ഈ പ്രാർത്ഥനാ മധ്യത്തിലുണ്ട് എന്ന് നമുക്കറിയാം. സത്യത്തോടെ നാം പറയുന്ന, നാം പാടിയപ്പോൾ, നാം പാട്ടുപാടിയപ്പോൾ, പ്രാർത്ഥിച്ചപ്പോൾ, ബഹുമാനപ്പെട്ട അച്ഛൻ കർമ്മപ്രാർത്ഥന ചെയ്തപ്പോൾ, നാം വേദപുസ്തകം വായിച്ചപ്പോൾ എല്ലാ സമയത്തും കർത്താവ് ശ്രദ്ധ വെച്ച് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഒരുമിച്ച് നമ്മുടെ കുറവുകൾ ഏറ്റു പറഞ്ഞുകൊണ്ട് നമുക്ക് തന്ന എല്ലാ നന്മകൾക്കും എണ്ണി എണ്ണി സ്തുതിച്ചുകൊണ്ട് അത് തന്നെ നമ്മുടെ വലിയ ഒരു ആരാധനയും പ്രാർത്ഥനയും ജീവിതത്തിന്റെ പ്രതിസന്ധികളെ നമുക്ക് തരണം ചെയ്യാനായിട്ട് നമ്മുടെ വചനം, പ്രാർത്ഥന, ആരാധന നമ്മെ തീർച്ചയായും സഹായിക്കും. വിശക്കുന്നവർക്ക് ഉദാരമായി ഭക്ഷണം കൊടുക്കുകയും പീഡിതർക്ക് സംതൃപ്തി കൊടുക്കുകയും ചെയ്താൽ നമ്മുടെ ഇരുണ്ട വേളകൾ മധ്യാഹ്നം പോലെ ആകുന്ന ശിയാപ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 10-ാം വാക്യത്തിന്റെ വായിക്കുന്നുണ്ട്. വിശക്കുന്നവർക്ക് ഉദാരമായി ഭക്ഷണം എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ മാത്രമല്ല, വചനം ഷെയർ ചെയ്യുന്നതും അതൊരു ഭക്ഷണം കൊടുക്കുന്നത് പോലെയാണ്. അതിന് ക്ഷാമം വരുന്ന കാലം വരുന്നു. അപ്പോൾ നാം വചനത്തിൽ പേരൊന്നി നമുക്ക് മുൻപോട്ട് പോകാം. പരിശുദ്ധ ബാവ തിരുമേനിയെ നാം സമർപ്പിക്കുന്നു. എല്ലാ സഭാ നേതാക്കളെയും സമർപ്പിക്കുന്നു. നാം തലകൾ വണക്കിയിരിക്കുന്ന ഓരോ വ്യക്തിയും സമാധാനമുള്ളതാകാൻ, ഓരോ കുടുംബവും
ഓരോ ഇടവകയും അഭിഷിക്തരായിട്ടുള്ള എല്ലാവരെയും പിന്നെ മറിവാനസ് തിരുമേനി, എല്ലാ തിരുമേനിമാര്, എല്ലാ അഭിഷിക്തരെയും ഹൃദയവേദനയോടുകൂടി നാമെ ഓരോരുത്തരെയും സമർപ്പിക്കുമ്പോൾ, ഹൃദയ ശോധന ചെയ്യുന്ന കർത്താവിന്റെ മുമ്പിൽ നാം നിൽക്കുമ്പോൾ, നമ്മുടെ വാക്കുകൾ കൊണ്ട്, നമ്മുടെ ചിന്തകൾ കൊണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മിൽ നിന്ന് വീഴ്ചകൾ ഏറ്റു പറയുമ്പോൾ എൻ്റെ പിഴ എന്ന് പറഞ്ഞ് സ്വയം തിരുത്തപ്പെടാൻ ഓരോ വ്യക്തിയിലും, കുടുംബത്തിലും, ഇടവകയിലും, സഭയിലും, നമ്മുടെ രാജ്യത്തിൽ, നമ്മുടെ ലോകമെമ്പാടും സമാധാനം ഉണ്ടാകണമെന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ, നമ്മെ ശുദ്ധീകരിക്കുകയും നമ്മൾ നിറയുകയും ചെയ്യണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ അഭിഷിക്തരെയും, സമാസന്മാർ, വൈദ്യശ്രേഷ്ഠർ, സിസ്റ്റർമാർ, ഔട്ട് ബോയ്സ് ആയിരിക്കുന്നവർ, ഓരോ ഇടവകയുടെയും പുരോഹിതന്മാർ, ദൈവവേലയ്ക്കായിട്ട് പ്രത്യേകം വേർതിരിച്ചവർ, അവരവരുടെ ജോലി ചെയ്തുകൊണ്ട് ദൈവവേല ചെയ്യുന്നവർ എല്ലാവരും ദൈവസന്നിധി സമർപ്പിക്കുന്നു. എല്ലാ ആത്മീയ സംഘടനയുടെയും നേതാക്കൾ, പ്രത്യേകിച്ച് മർത്തോറി സമാജത്തിന്റെ നേതൃത്വം വഹിക്കുന്നവർ, എല്ലാ അംഗങ്ങളെയും ദൈവസന്നിധി സമർപ്പിക്കുന്നു. എല്ലാവരും ഒരുമിച്ച് കുരിശിന്റെ ചുവട്ടിൽ കർത്താവിന്റെ നാമം മഹത്വപ്പെടുത്തി നമ്മുടെ ലക്ഷ്യമെങ്കിൽ തീർച്ചയായിട്ടും അത് ഉണ്ടാവും. നന്ദിയോടെ നമുക്ക് സമർപ്പിക്കാം. രോഗാവസ്ഥയിലിരിക്കുന്ന എല്ലാവരും ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നാം കൂടി വന്ന് ഒരേ ആത്മാവിൽ ദൈവസ്ഥാനത്തിൽ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥനയിൽ ഒരുപാട് പേര് വിശ്വസിക്കുന്നുണ്ട്. നമ്മുടെ കുറവുകൾ ഓർക്കാതെ നമുക്ക് സൗഖ്യം ലഭിച്ചവർക്ക് വേണ്ടി സ്തോത്രം, സൗഖ്യം ലഭിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി സ്തോത്രം. ഇപ്പോൾ സൗഖ്യം ലഭിച്ചില്ലെങ്കിലും ഉള്ള അവസ്ഥയിൽ സന്തോഷത്തോടെ ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാം. മേരി മാത്യുവിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട പൈനവല്യച്ചനെ ദേവസ്ഥനെ സമർപ്പിക്കുന്നു. ക്യാൻസർ ആയിരിക്കുന്ന ഏലിയാമ്മ എന്ന സഹോദരിയെ സമർപ്പിക്കുന്നു. അന്നമ്മ ഫിലിപ്പിന് വേണ്ടി കൃത്യമായി പ്രാർത്ഥിക്കുന്നു. സാം, ആൻസി, അരുൺ, ഷിബിൻ തോമസ്, ഷാനു തോമസ്, പ്രത്യേകമായി സഹനത്തോടി പോകുന്ന സഹോദരി ആഷ, എലിസബത്ത്, ആൻ മാത്തൻ, വത്സ, ബെഞ്ചമിൻ, ഇബ്രഹാം, എല്ലാവരെയും ഇതുപോലെ ദേവസ്ഥനെ സമർപ്പിക്കുന്നു. സാമ്പത്തിക സഹായം ആവശ്യമുള്ളവർ തക്ക സമയത്ത് നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മുടെ സഹായം കൊണ്ട് മാത്രമല്ല, ധനിയന്മാരെ ഔദാര്യശീലരാക്കണമേ, തക്ക സമയത്ത് അവർക്ക് സഹായം എത്തിച്ചു കൊടുത്തതിനും ദൈവത്തെ നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥനയിൽ പ്രത്യേകം പേരെടുത്തു പറയുന്നില്ലെങ്കിലും ദൈവവേലയ്ക്കായിട്ട് തങ്ങളെ സമർപ്പിച്ച് ഇറങ്ങിത്തിരിക്കുകയും രോഗാവസ്ഥയിലായിരിക്കുന്ന പ്രത്യേക സഹോദരങ്ങളെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. അതുപോലെ ബർത്ത്ഡേസ് ആയ ഈ മെയ് മാസത്തിൽ ബർത്ത്ഡേ ആയിരുന്ന ഗബ്രിയെ, സൂസന്ന, മറിയക്കുട്ടി, ടിനുക്കൊച്ചമ്മ, ധ്രു, ഇവരെയെല്ലാം വിട്ടുപോയിട്ടുള്ള അനേകം പേരുകളുണ്ട്. എല്ലാവരും എൻ്റെ മനസ്സിലുള്ള എല്ലാവരും ദൈവസന്നിധി സ്തോത്രത്തോടെ സമർപ്പിക്കുന്നു. വെഡിങ് ആനിവേഴ്സറി ആയ മക്കളെയും സ്തോത്രത്തോടെ സമർപ്പിക്കുന്നു. യാത്രയിലായിരുന്നവർ, യാത്ര കഴിഞ്ഞ് ക്ഷേമത്തോടെ എത്തിയവരെ, യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ നാഷണൽ ഇന്റർനാഷണൽ ജേർണിയിലുള്ളവരെ ഓർത്ത് പ്രത്യേക സ്തോത്രത്തോടെ സമർപ്പിക്കുന്നു. സാറയ്ക്ക് വേണ്ടി സ്തോത്രം പറഞ്ഞുകൊണ്ട് അലൻ എന്ന മകന് വേണ്ടി, ജോബിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സ്പെഷ്യൽ ബ്ലെസ്സിങ്സിനായിട്ട് അപേക്ഷിച്ചിരിക്കുന്ന വിനോദ്, സ്നേഹ, എലിസബത്ത്, സൂസൻ, ഇവരെ പ്രത്യേകം സമർപ്പിക്കുന്നു. ലീഡിയായെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. ജനറേഷന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ദിവസമാകുന്നു. ഒരുപാട് ഡിപ്രഷൻ, സൂയിസൈഡ് ടെൻഡൻസി, അതുപോലെ തന്നെ ഇപ്പോൾ വിജയം നേടി ദൈവത്തിന് നന്ദി പറയുന്നു. ഗ്രാജുവേഷൻ ആയിരിക്കുന്ന ജ്യോതിസിന് വേണ്ടി ഒരുപാട് ഗ്രാജുവേഷൻ ആയ കുഞ്ഞുങ്ങളുണ്ട്. ഭാവി എന്തെന്നറിയാത്ത കുഞ്ഞുങ്ങൾ, ഭാവി അവരുടെ ദൈവഹിതത്തിന് വേണ്ടി സമർപ്പിക്കുന്നു. രണ്ട് ആൻമാർ, 2 എലിസബത്ത്മാർ, ആൽബിറ്റ്, ലോറൻസ്, ആന, കാരോളിൻ, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇതെല്ലാം മനസ്സിലുള്ള മക്കൾ, കുഞ്ഞുമക്കളെ ഓർക്കുന്നു. ബൈബിൾ വായന, പ്രാർത്ഥന, കുദാശയിൽ നിന്നൊക്കെയും അകന്നു നിൽക്കുന്ന മക്കളെ പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ അവരെ മാത്രമല്ല നമ്മെ ശുദ്ധീകരിക്കാനായിട്ട് ദൈവം സഹായിക്കുന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഒരു ആശയ്ക്കും വകയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് പോലും ഒരു നല്ല വ്യത്യാസം വരുന്നതായിട്ട് നാം കാണുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥന, കണ്ണുനീരോടുള്ള പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുന്നതിന് ദൈവത്തിന് സ്തോത്രം. കുടുംബസമാധാനത്തിനായിട്ട് അപേക്ഷിക്കുന്ന ജോസഫ് കുടുംബത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതുപോലെ നമുക്ക് ക്ഷമിക്കാനുള്ള അനേകരുണ്ട്. നമ്മുടെ ഹൃദയപൂർവ്വം ക്ഷമിച്ചാൽ മാത്രമേ കർത്താവ് പ്രാർത്ഥന കേട്ട് നമുക്ക് ഉത്തരം. ഇപ്പോൾ ക്ഷമിക്കാനുള്ള ആരോടൊക്കെ നമുക്ക് ക്ഷമിക്കാനുണ്ട് അവരെ എല്ലാവരും പ്രാർത്ഥനയിലേക്ക് നമുക്ക് കൊണ്ടുവരാം.
ജിയാന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ജോജി മാത്യു, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളെ ലഭിച്ചവർക്ക് വേണ്ടി സ്തോത്രം. ലേഖ, ലിതു, ലിബിൻ, ലിഡിയ, ലിൻഡ, ലിനി, ലിസ, ലില്ലി, ലിസ് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം എല്ലാ മക്കളെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി, മക്കളെ ലഭിച്ചവർക്ക് വേണ്ടി സ്തോത്രം പറയുന്നു. ജീവിത പങ്കാളികളെ ആഗ്രഹിക്കുന്നവരെ, ജീവിത പങ്കാളി ലഭിച്ച ദൈവഹിതത്തിനായിട്ട് സമർപ്പിച്ചവര്, വിവാഹം ആഗ്രഹിക്കാത്ത കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ അവരെ പറ്റി വ്യാകുലപ്പെടുന്നവര്. ദൈവത്തിന്റെ വലിയ സങ്കല്പമാണ് കുടുംബം. ദൈവഹിത പ്രകാരം ജീവിത പങ്കാളികൾ ലഭിക്കുന്നതിനും ക്ഷേമാതാര, അലക്സ്, ബിന്ദു, നിക്കോൾ, മിന്നു, മറിയ, ടിന, അതിനോടൊപ്പം എല്ലാ ജീവിത പങ്കാളികളെ ആഗ്രഹിക്കുന്നത് ദൈവസന്നിധി സമർപ്പിക്കുന്നു. ദൈവത്തിനായി സമർപ്പിച്ചിരിക്കുന്ന മീഹ, വിക്ടോറിയ, ദിവ്യ, ഷെയ്ൻ വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. പള്ളി കൺസ്ട്രക്ഷൻ ഇരിക്കുന്ന മണപ്പള്ളി പഴയ പള്ളി, അതുപോലെ നോർത്ത് കരോളിനയുടെ ഡെഡിക്കേഷന് വേണ്ടിയുള്ള ചർച്ചിന് വേണ്ടി, സെന്റ് തോമസ് ചർച്ച്, അറ്റ്ലാന്റ ചർച്ച്, സെന്റ് ഗ്രിഗോറിയോസ് ഹ്യൂസ്റ്റൺ, സെന്റ് ഗ്രിഗോറിയോ ഡിട്രോയിറ്റ്, പള്ളി, കാൽഗറി ചർച്ച്, ചർച്ച്, എല്ലാ ചർച്ചസിന് വേണ്ടി, ആരാധനയ്ക്ക് വേണ്ടി, പ്രതിസന്ധികളിൽ ആരാധനയ്ക്കുള്ള പ്രാധാന്യം അറിഞ്ഞ് ദൈവരാജ്യ മഹത്വത്തിന് വേണ്ടി നമ്മളെ എല്ലാം ആരാധനയ്ക്ക് വേണ്ടിയുള്ള ചർച്ചസിനെ സ്തോത്രത്തോടെ സമർപ്പിക്കുന്നു. എല്ലാ യുദ്ധത്തിന് വേണ്ടി ഇടപെട്ടിരിക്കുന്ന സൈനികര്, അതിർത്തി താമസിക്കുന്നവരെല്ലാം, യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവര്, അതിൽ നിന്ന് സഹോദര്യ മനോഭാവത്തോടുകൂടി യുദ്ധത്തിൽ നിന്ന് മാറുവാനായിട്ട് രാജ്യ ഭരിക്കുന്നവരെ ദൈവമേ ദേവി ആത്മാവ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാം. പീഡാനുഭവിക്കുന്നവര്, അതുപോലെ നാച്ചുറൽ കലാമിറ്റീസ് ഇപ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിലും യുഎസ്എയിലും വിവിധ രാജ്യങ്ങളിൽ വളരെയധികം പ്രയാസങ്ങളിലാവുന്നു. അതിൽ നിന്ന് ദൈവമേ എല്ലാവരെയും വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഡിപ്പാർട്ടഡ് ആയിട്ടുള്ള എല്ലാവരെയും ആത്മാക്കളെ സമർപ്പിക്കുന്നു. ദുഃഖിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. വിട്ടുപോയിട്ടുള്ള അനേകം കാര്യങ്ങളുണ്ട്. ആത്മീയ സംഘടനകളായ വോളണ്ടറി സംഘടനകളുണ്ട്. ജയിൽ സുവിശേഷം നിമിഷപ്രിയവർക്ക് പ്രാർത്ഥിക്കുന്നു. ആശ്രയ കാരുണ്യ നിലയം, അതുപോലെ പ്രശാന്ത ഭവൻ, എല്ലാം പിന്നെ ഭരണത്തോട് അടുത്തിരിക്കുന്നവര്, പാലിയേറ്റീവ് കെയർ സെന്റർ, രോഗികളെ ശുശ്രൂഷിക്കുന്നവര്, അനാഥർക്കും വിധവമാർക്കും ആശ്രയമായിരിക്കുന്നവര്, സാമ്പത്തികമായ സഹായം എത്തിക്കുന്ന എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. വിട്ടുപോയ എല്ലാ കാര്യങ്ങളും സമർപ്പിക്കുന്നു. പിന്നെ പ്രിയപ്പെട്ട ജീന തോമസ് ആണ് പ്രാർത്ഥിക്കുന്നത്. ജീന തോമസിനെ കുടുംബത്തെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയായിട്ട് അപേക്ഷിക്കുന്നു. ജീന തോമസ് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ജീന, ജീന അൺമ്യൂട്ട് ചെയ്തിട്ട് പ്രാർത്ഥിക്കണേ. ജീന ഉണ്ടോ? ജീന അൺമ്യൂട്ട് ചെയ്തിട്ട് പ്രാർത്ഥിക്കണമേ. Hello? പ്രാർത്ഥിച്ചാട്ടെ. Yeah, sorry. Mute ആക്കാൻ പറ്റിയല്ലേ? Unmute. Okay. Thank you, Heavenly Father, for this beautiful message and for the everything that we learned today, Lord. We praise you, we bless you, we worship you, Lord. Thank you for showing us how much you love us, Lord. That even though you break us, even though we go through different trials in our lives, that you will put us on your shoulder, that we can hear your heartbeat, that you draw us close to you. You are the good shepherd, and we cling to you. We need you, Jesus. Father, forgive us for all of our sins. Purge us with your hyssop, and we shall be clean. Wash us, and we shall be whiter than snow. Fill us with your joy and gladness. Let the bones which thou hast broken rejoice. Hide thy face from our sins, and blot out all our iniquities.
Create in us a clean heart, O God, and put a new and right spirit within us. Help us to rejoice in you, to rejoice in your salvation. We thank you, Jesus, for dying on the cross for us, that through your death we have resurrection. Through your death we have victory over Satan and sin, shame and guilt, Lord. We have the power of the resurrection in us, Lord. We praise you, bless you, and thank you. Father, as we are waiting for your Holy Spirit, Lord, we are unworthy, Lord, but because your Son died for us, because we are washed in his blood, Lord, we pray that you will make us worthy vessels for your Holy Spirit, that we will be filled with your Holy Spirit, and we will go out into this world and be your light, Lord Jesus, that we will do more things like you promised, more than what you have done, Lord, that we will be your arms, your feet, Lord Jesus, that we will spread your gospel, that we will be the light in the dark places. We pray for all the darkness in this world, that you will remove it, especially in this world, in the church, in our families, every depression, every suicidal tendencies, every financial issues, Lord, every person who is laid off, who needs better job, Lord. We pray that you will give them better jobs than they had. We pray for our church, Lord. We pray for all the leaders, all the shepherds of our church, starting with Baba Tirmeni and Ivanis Tirmeni of this diocese, and every agent who is in the call, and all the other priests and bishops of our church, Lord. We pray that you will revive them through the power of your Holy Spirit, that they will be your light, Lord, to lead the churches closer and closer to you till the day you come, Lord Jesus. Lord, revive and help us to wake up to your call, Lord Jesus. Help us to lay aside our wickedness and everything that separates us from you, and do your will, Lord Jesus, because that is the best thing for our lives. That is the best purpose for our life, to do your will, Lord. Help us to be your sheep who just looks at you, can only see the next step because of your light, and we will follow you, Lord Jesus. We pray that you will lead us, guide us, and bless us. We pray for this world, all the turmoil in this world, Lord Jesus, from all the leaders, all the shepherds of this world, every president, prime minister, every leader, every king, queen, everyone, Lord Jesus. We pray that you will give them wisdom. We pray for all the wars that are happening in all parts of this world, Lord Jesus, from Ukraine and Gaza and all over the world, even in India, Lord. We pray that you will stop the wars and the people will come to your light, Jesus. Every leader will come to your light and know your salvation and stop sinning, Lord Jesus, and stop being greedy for war, Lord Jesus. We pray for the financial situations in this country, Lord. We pray that you will settle it down, that you will solve all the issues and turmoils in the people's hearts. Every issue with visas, every issue with the jobs, we pray that you will resolve it, Lord Jesus. Every layoff, that you will help those who have been laid off to get better jobs, Lord. Father, we pray for all the sick, Lord Jesus. Everyone in this call who has put the petitions in this call, Lord Jesus, for the sick, those who have cancer, those who are sick, those who are in financial trouble, we pray that you will touch them, Lord. All who are sick, you will touch them. Everyone who is paralyzed, that you will touch them and heal them. Everyone who is crying for their kids are going in the wrong path. We pray that you will bring them back, Lord. Your word says you are the shepherd and we will hear your voice. Let those children hear your voice and come back to you, Jesus. You are the door, Lord Jesus. Help us to all enter by you, Lord. Father, we pray for everyone who celebrated birthdays and wedding anniversaries. We pray that you bless them. We pray for those who are traveling, Lord Jesus, especially during the summer season. Lord, protect them and bring them back to their home. Your word says that we will go in and we'll go out, Lord Jesus, in you, Father. So protect us and keep us safe, Father. We pray for all the graduates all around, especially in this country, Lord. There's so many graduates from 12th grade and up, Lord. College graduates, everyone, Lord, lead those children to shine your light. Let them walk the narrow path to you, Lord Jesus. Let them follow your light and become that what you want them to become. You have a calling for each person's life. Let them follow that calling. Deliver them from every kind of addiction and every wrong relationship and every wrongdoing, Lord Jesus. And let them walk the narrow path, looking at your cross, Lord Jesus. Father, we pray for those who have left the church, those who are away from the church, that you will lead them back to you, Jesus. We pray for
all of us who need to forgive those others, Lord Jesus. Your word says, forgive us our debts, for then only you will forgive our sins. We pray that you will put it in our hearts to forgive everyone who has done wrong to us, Lord Jesus. Let your healing flow in your church, Lord. Let your healing flow so that we can all be your children, forgiven by you, loved, Lord Jesus, and do your will. Father, we pray for all those who are barren, Lord Jesus. We pray that you will provide them with children who are healthy and whole. We pray for all the parents whom we are praying for, Lord, who have sick children. We pray that you will touch them and heal them. Everyone who is in stress because they are pregnant with children who are having issues within the womb, also that you will touch them and heal them, Lord Jesus. Father, we pray for every church that is being dedicated. We pray that the dedication service, the consecration will all go well, Lord, and everybody will be revived in your light. As we all, Lord Jesus, we have attended this prayer, Lord. Thank you for this opportunity, Lord Jesus, to come together. So many people from all parts of this diocese, Lord, to come together, to spend an hour in your presence at your feet, and we praise you for that. Thank you that we could take time from our busy schedules to make time for you, and we pray that you will help us to have more opportunities like this to connect with you during the day, Lord Jesus. Father, we pray that you will lead this MMVS, Lord Jesus, to follow your heart, Lord, to do your will. Use us for your glory. Let us be your light to shine in this dark world. Use us, Lord Jesus. We bless you, praise you, and thank you. In the name of the Father, the Son, and the Holy Spirit, we pray. Amen. Amen. The love of God, the Father, grace of the only begotten Son, the fellowship and indwelling of the Holy Spirit be with all of us and all the ones who are in distress, trials, and tribulations, and the needy one, and upon all the souls of the departed souls, forever and ever. Amen. Amen. ശരി. Praise the Lord. Respected Achin, dear mothers and sisters, ക്രിസ്തുവിനെ പോലെ നല്ല ഇടയന്മാര് നമ്മളും ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അച്ഛൻ ഇൻട്രോ തുടങ്ങിയത്. എന്നാൽ coincidentally, the talk that we heard today was also on the same subject. It just emphasizes more that it was God's plan that we go back, refer and understand about shepherdship and prepare ourselves to be filled with the Holy Spirit on this Pentecost, to be filled in his light and spread his word. As always, I offer my first thanks to our Lord Almighty. Thank you, Jesus, for all the wonderful moments you have given us, especially such as these, where we gather in prayer, an opportunity that you give us to come in our own humble abode and make us willing to take a moment and pray for our fellow brothers and sisters, to praise you and thank you for the very breath we take. Thank you to our shepherd, Evanius Tirmeni. Sunu Auntie, thank you so much for that beautiful message, for emphasizing the role of a shepherd in the lives of the sheep as a metaphor for leadership. That our shepherd is guiding, protecting, caring for our needs, constantly willing to connect with us, seeing us when we are in our deepest moments. That his word is our fortress and our strength. Thank you once again, Auntie. Thank you, Molikochuma and Josna, for the melodious songs that you all sung, to Elizabeth and Annie for reading the scriptures, to Gina for lifting up our prayers and petitions to our Lord. May God bless you all and each of your families. Thank you, Ebiachin, Sheena, and Elizabeth Auntie for organizing and conducting this prayer meeting week on week, offering your time, efforts in prayer at our Lord's feet. Thank you to all our regional and unit secretaries and to all my fellow families who join this prayer every week, knowing fully that no effort or prayers go unanswered by our Lord. May our unceasing prayers be an offering to our Lord. In the name of the Father, Son, and the Holy Spirit. Amen. Thank you so much.
Thank you, Simi. Thank you, everybody.